ഗുർ-ഗണ്ഡസാരി എന്ന പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസിൽ ആൻസർ പഞ്ചവത്സര വ്യവസായം. ഗണ്ഡസാരി ഓർമ്മ വേണം കേട്ടോ. പഞ്ചവത്സരം, പഞ്ച, ഗുർ പഞ്ചവത്സര പദ്ധതി കേട്ടോ. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസ് എവിടെയാണ്? എന്ന് ഓർത്തിരിക്കണം. ഉരുക്ക് നിർമ്മിക്കാനാണ് മധ്യപ്രദേശ്. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനം. ഏതാണ്? ആഗോള സുസ്ഥിര വികസനമാണ് അജണ്ട 21. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം എന്നാണ്? അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. 2010. ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ്? 1920. 1920. അപ്പോൾ ഏതാണ്? 2 നമ്മൾ ഫ്യൂഡൽ നികുതി നൽകുക. അത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതല്ല. നികുതി നൽകാതിരിക്കുക, നികുതി ടാക്സ് നൽകാതിരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. അപ്പം നിസ്സഹകരണം സഹകരിക്കില്ല. അപ്പം എന്താണ്? തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക, അതുപോലെ നികുതി തരില്ല. ഇതാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് 1920. ഇനി താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ചരിയാണ്. അരുൾനൂൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പം നവമഞ്ചരി ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. അപ്പം ഇത് എൻ്റെ പേജ് ചാനൽ ഫോളോ ചെയ്യണം. ഇതുപോലെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പറയുന്നതാണ്. അതുപോലെ തന്നെ ചെസ് ഫിസിക്കൽ സയൻസിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.